ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ലോകത്തെ നടുക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകളും തടയാനും ഉപരോധിക്കാനും യു.എസ്. നാവികസേനയ്ക്ക് ട്രംപ് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. ഇറാൻ നിയമവിരുദ്ധമായി ഈടാക്കുന്ന ടോൾ നൽകുന്ന ഒരു കപ്പലിനെയും അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഇറാന്റെ നടപടി ലോക കൊള്ളയാണെന്നും ഈ നിയമവിരുദ്ധമായ കൊള്ളയടിക്കലിൽ നിന്ന് ലാഭം നേടാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ട്രംപ് പറഞ്ഞു. നിയമവിരുദ്ധമായി ടോൾ അടയ്ക്കുന്ന ആർക്കും കടലിൽ സുരക്ഷിതമായ പാത ലഭിക്കില്ല. കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ നാവികസേന നടപടി ആരംഭിക്കുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കൻ സേനയ്ക്കോ സമാധാനപരമായ യാത്ര നടത്തുന്ന കപ്പലുകൾക്ക് നേരെയോ ഇറാൻ വെടിയുതിർത്താൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഏകപക്ഷീയമായി അടച്ചതിനെ തുടർന്ന് ആഗോള സമ്പദ്വ്യവസ്ഥ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഈ നീക്കം. അന്താരാഷ്ട്ര കപ്പൽപാതയിലൂടെ സ്വതന്ത്രമായ ഗതാഗതം ഉറപ്പാക്കണമെന്നതായിരുന്നു അമേരിക്ക മുന്നോട്ടുവെച്ച പ്രധാന നിബന്ധന. എന്നാൽ ഇറാൻ അമേരിക്കയുടെ നിബന്ധനകൾ അംഗീകരിച്ചില്ല. അതേസമയം തങ്ങൾ നൽകിയ വാഗ്ദാനം പാലിച്ച് അന്താരാഷ്ട്ര ജലപാത എത്രയും വേഗം തുറക്കാൻ ഇറാൻ തയ്യാറാകണമെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും തകർന്നു. ആന്റി എയർക്രാഫ്റ്റും റഡാറും ഉപയോഗശൂന്യമാണ്. ഗമേനി അടക്കമുള്ള മിക്ക നേതാക്കളും മരിച്ചു. ഇതെല്ലാം ഇറാന്റെ ആണവ അഭിലാഷം മൂലമാണ്. ഉപരോധം ഉടൻ ആരംഭിക്കുമെന്നും മറ്റ് രാജ്യങ്ങളും ഈ ഉപരോധത്തിൽ പങ്കാളികളാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.